CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളിലെ 2 അധ്യാപകരെ കൂടി പുറത്താക്കി. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള അധ്യാപകർക്കെതിരെയാണ് നടപടി. സംഘർഷ സാഹചര്യത്തിൽ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ രക്ഷിതാക്കളുടെ എല്ലാ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും. ശ്രീകൃഷ്ണപുരത്ത് +2 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അനിരുദ്ധാണ് മരിച്ചത്. കുടക്കാട്ടിരി ടൗണിൽ പശ്ചിമ ബംഗാൾ സ്വദേശിക്ക് ഒപ്പം താമസിക്കുന്ന അസം സ്വദേശിയിൽ നിന്ന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരിന്തൽമണ്ണയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. MP-യും MLA-യും ഫണ്ട് വച്ചിട്ടും മണ്ണാർക്കാട്ടെ റോഡുകൾ ചളിക്കുളം. അനാസ്ഥ തുടർന്നാൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ്. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മങ്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് എത്തി പ്രവർത്തകരെ നീക്കം ചെയ്തു. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളിലെ 2 അധ്യാപകരെ കൂടി പുറത്താക്കി. ആത്മഹത്യക്കുറിപ്പിൽ പേരുള്ള അധ്യാപകർക്കെതിരെയാണ് നടപടി. സംഘർഷ സാഹചര്യത്തിൽ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ രക്ഷിതാക്കളുടെ എല്ലാ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് SFI സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. സ്കൂളിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ നേരിയ സംഘർഷവും ഉണ്ടായി. സ്കൂളിൽ 2 മണിക്ക് ചേരുന്ന PTA യോഗത്തിൽ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളിൽ നിന്ന് 3 പേരെ വീതം പങ്കെടുപ്പിക്കാമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടതോടെ ഉന്തും തള്ളുമായി. തുടർന്ന് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കാമെന്ന് പോലീസ് അറിയിച്ചു. തുടർന്നാണ് സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗം ചേർന്നത്. അനുശോചന അറിയിപ്പിൽ ഉള്ളടക്കം ചെയ്ത നടപടിക്രമങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ അനവസരത്തിലും അനൗചിത്യപരമായും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പിൻവലിക്കുന്നു. ഒപ്പം ഖേദം പ്രകടിപ്പിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾക്ക് ക്ഷമാപണം നടത്തുകയും പുതിയ തീരുമാനങ്ങൾ യോഗത്തെ അറിയിക്കുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരുടെയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയം അനിശ്ചിതമായി നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെയൊക്കെ അധ്യയന ദിവസങ്ങൾ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ തിങ്കളാഴ്ച തന്നെ സ്കൂൾ തുറന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനത്തോടെ അറിയിക്കുകയാണ്. എന്നാൽ PTA പിരിച്ചുവിട്ട് പുതിയ PTA രൂപീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിച്ച മാനേജ്മെന്റ് തുടർ പ്രവർത്തനങ്ങൾ വിവരിച്ചു. പല പാരന്റ്സും ഈ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യം, വേണ്ടത്ര രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായി പാരന്റ്സിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് ഓരോ മാസവും സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി അറിയിക്കാൻ പാരന്റ്സിന് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് ലെറ്റർ അതാത് മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ
സ്കൂളിൽ എല്ലാ പാരന്റ്സിനും അവൈലബിൾ ആകുന്ന രീതിയിൽ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പലതും രക്ഷിതാക്കളും അംഗീകരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ യോഗത്തിൽ പറഞ്ഞു. ഈ സ്കൂൾ സെഷൻ തിരിച്ച് വീണ്ടും ആരംഭിക്കുന്ന സമയത്ത് അവർക്കെല്ലാവർക്കും പേഴ്സണലി കൗൺസിലിംഗ് കൊടുക്കാൻ തയ്യാറാണ് മാനേജ്മെന്റ്. പേഴ്സണലി ഇവിടുത്തെ സ്കൂൾ ടീച്ചിങ് ഫാക്കൽറ്റീസിനെ കംപ്ലീറ്റ് ഈവൻ ഇവിടുത്തെ പലരും തങ്ങളുടെ ആവശ്യങ്ങളും ഉന്നയിച്ചു. ഇക്കാര്യങ്ങൾ വെറുതെ പറഞ്ഞു പോവുകയല്ലാതെ മിനിറ്റ്സ് രേഖപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു. ഉണ്ടെങ്കിൽ 20 രൂപയുടെ നോട്ട് ബുക്കിനകത്ത് ഒരു പെണ്ണാക്കിയിട്ട് എഴുതിയല്ല ഇത് ആത്മഹത്യാ വിവരം എന്തുകൊണ്ട് സ്കൂൾ അധികൃതർ മറച്ചുവെച്ചുവെന്ന് വ്യക്തമാക്കണമെന്ന് മരിച്ച ആശിർ നന്ദയുടെ ബന്ധു യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഈ കുട്ടി ആത്മഹത്യ ചെയ്ത വിവരവും കുട്ടി മദർ കെയർ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ ആണെന്നുള്ള വിവരവും കംപ്ലീറ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് LKG മുതൽ ഈ സ്കൂളിൽ തുടർന്ന് പഠിച്ച് 9ാം ക്ലാസ് വരെ എത്തിയ ഒരു കുഞ്ഞിനെ പറ്റിയിട്ട് ഒരു ആദരാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു അനുശോചനമോ ഈ ഗ്രൂപ്പുകളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അത് എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് പറയാൻ സ്കൂൾ മാനേജ്മെന്റും ഇവിടുത്തെ പ്രിൻസിപ്പളും ബാധ്യസ്ഥരാണ്. ഇതിനിടയിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി സംഘർഷവും ഉണ്ടായി. പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. തുടർന്ന് പുതിയ PTA ഉടൻ രൂപീകരിക്കാമെന്ന് മാനേജ്മെന്റ് യോഗത്തെ അറിയിച്ചു. എന്നാൽ ഇന്നു തന്നെ പുതിയ PTA രൂപീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. അതായത് ഈ പറയുന്ന ഈ പറഞ്ഞ എല്ലാ കാര്യത്തെയും വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളുന്നു. എല്ലാത്തിന്റെയും മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യം അതാണല്ലോ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യവും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാമെന്നൊരു കാര്യം ഇവിടെ അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. തുടർന്നാണ് പുതിയ PTA രൂപീകരിച്ചത്. ഇതിനിടയിൽ മരിച്ച ആശിർ നന്ദയുടെ സഹപാഠി മരണത്തിൽ മറ്റ് 2 അധ്യാപികയ്ക്കും പങ്കുണ്ടെന്നും ഇതിൽ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതായും പറഞ്ഞു. ഇതോടെ ഇവരെയും പുറത്താക്കണമെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥി സംഘടനകളും നിലപാടെടുത്തു. ഇത് വലിയ സംഘർഷ സാധ്യതയും ഉണ്ടാക്കി. നിങ്ങൾ രക്ഷിതാക്കളുടെ പ്രശ്നം സൃഷ്ടിക്കരുത്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് സ്കൂൾ അധ്യാപകരിലും പ്രതിഷേധമുണ്ടാക്കി. പരിഹരിക്കാൻ
തുടർന്ന് രക്ഷിതാക്കളിൽ നിന്നും തിരഞ്ഞെടുത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തി PTA രൂപീകരിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ സഹകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ സ്കൂളിന്റെ ഏത് തെറ്റായ പ്രവർത്തനത്തിനും ഞങ്ങൾ ശക്തമായിട്ട് PTA പ്രതികരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ് നിങ്ങൾക്ക്. ഇവർ മാനേജ്മെന്റുമായി കൂടിയാലോചിച്ച് പുതിയ തീരുമാനങ്ങൾ യോഗത്തെ അറിയിച്ചു. 5 ടീച്ചർമാരുടെ പേരുകൾ പറയുന്നു എന്ന് പറഞ്ഞതിൽ 3 പേരെ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. എന്നാൽ അന്വേഷണ വിധേയമായി 2 പേരെ കൂടി സസ്പെൻഡ് ചെയ്യാൻ. എന്നാൽ 2 അധ്യാപികമാരെ മാറ്റി നിർത്താമെന്ന തീരുമാനം വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എതിർത്തു. ഇതും സംഘർഷമുണ്ടാക്കി. പിരിച്ചുവിടണമെന്നായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. തുടർന്ന് അവരെ കൂടി പിരിച്ചുവിടാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. തുടർന്നാണ് എല്ലാവരും പിരിഞ്ഞത്. തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറക്കാനാണ് തീരുമാനം. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങി മാതാപിതാക്കളും ബന്ധുക്കളും. ബാലാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങി എല്ലാ വകുപ്പുകളിലേക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പരാതിയായിട്ട് പോവുകയാണ്. ഞാൻ എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ പരാതിയായിട്ട് പോവും. എൻ്റെ 2 മക്കളാണ് അവിടെ പഠിച്ചിരുന്നത്. ഒരാൾ പോയി, അവരെ പീഡനം കാരണം പോയി. മറ്റേ കുഞ്ഞ് ഇനി അങ്ങോട്ട് പോവില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുഞ്ഞും ആ സ്കൂളിൽ നിന്ന് ഇതേപോലെ ആവാൻ പാടില്ല. എൻ്റെ വേദന ഇനിയൊരച്ഛനമ്മ അനുഭവിക്കാൻ പാടില്ല. തച്ചനാട്ടുകര ചോളോട് ചെങ്ങണക്കാട്ടിൽ പ്രശാന്ത് കുമാറിന്റെയും സജിതയുടെയും മകളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂൾ വിട്ടുവന്നതിനു ശേഷം വീടിന്റെ 2ാം നിലയിൽ തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ടത്. പഠനത്തിൽ മിടുക്കിയും നല്ലൊരു ചിത്രകാരിയുമായിരുന്ന ആശിർ നന്ദ സ്കൂളിൽ നിന്നും നേരിട്ട മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. 6.5 മാർക്ക് 1.5 മാർക്കിന്റെ കമ്മിയാണ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്നോട്. കമ്മി ഉണ്ട് അതിനകത്ത്. ഞാൻ അടുത്ത പ്രാവശ്യം ഇത് കവർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് 9ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് തന്നെ മാറ്റിയിരുത്തും, 8ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ, അത് സ്കൂളിൻ്റെ റൂളാണ്, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണോ അവൾക്ക് ഇനി അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറയുന്ന നിങ്ങൾ നടപടി എന്ത് വേണമെന്ന് വെച്ചാലും എടുത്തോളൂ, അത് അക്സെപ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, 8ാം ക്ലാസ്സിലേക്ക് കൊണ്ടേ ഇരുത്തും തന്നെ പറഞ്ഞിട്ട് എഴുതി തരണമെന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ചു. മോളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് പാരന്റ് സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. പരീക്ഷയിൽ 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ സ്കൂൾ അധികൃതരിൽ നിന്ന് കടുത്ത പീഡനമാണ് കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നതെന്ന് പിതാവ് പ്രശാന്ത് കുമാറും ബന്ധുക്കളും പറഞ്ഞു. എല്ലാം കൂടെ മാനസികാവസ്ഥ അത് ആ ലെറ്റർ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാം ഇപ്പോൾ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവും അതൊക്കെ കൂടെ അതിൻ്റെ ഭാഗം തന്നെയാണത്. അതാണ് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 4 5 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെയാണ് അവർ ഷഫിൾ ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. എൻ്റെ കുഞ്ഞിനോട് അത് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ബസ് ഇറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചതിന് നേരം എൻ്റെ മോള് എന്തുകൊണ്ടോ പറഞ്ഞില്ലായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥിനി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നതെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തി. പ്രിൻസിപ്പളെ ഞാൻ ഒരു പ്രാവശ്യമാണ് പ്രിൻസിപ്പളെ നേരിൽ കാണാൻ പറ്റിയത്. പ്രിൻസിപ്പളെ കണ്ടപ്പോൾ പ്രിൻസിപ്പളും കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കുക, എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത്രയും അവളെ പേടിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകൊണ്ടാണ്, നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്.
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ബാലാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള വകുപ്പുകളിലേക്കും ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. CCN ചത്തല്ലൂർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാറ്റുമാർക്ക് ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ആ വർക്ക് ചെയ്ത ആളോ അല്ലെങ്കിൽ കാശ് കൈപ്പറ്റിയ ആളോ അല്ലെങ്കിൽ വരാതിരിക്കുന്ന ആളോ ഇതിലൊന്നുമല്ല. കാശ് തിരിച്ചടക്കേണ്ടത് മാറ്റുമാരായ നിങ്ങളോരോരുത്തരാണ്. അതിന്റെ അപ്പോൾ എല്ലാവരും കാണിക്കുക കൈവച്ചു. ഇതാണ് അവസ്ഥ. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊംപ്ര, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സമീറ സലീം, പഞ്ചായത്ത് അംഗങ്ങളായ M മോഹനൻ, C രുക്മിണി, നിഷ രാമൻ, ഫസീല നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷ മനോജ്, തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ അൻഷിഫ, സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അജിത എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. കവിയും അധ്യാപകനും പ്രഭാഷകനുമായ വിനയചന്ദ്രൻ പുലാപ്പറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുമാരി ആർദ്ര ആനന്ദിന്റെ സ്വാഗതഗാനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ സാംസ്കാരിക വേദി സെക്രട്ടറി സതീഷ് NK സ്വാഗതം പറഞ്ഞു. സാംസ്കാരിക വേദി പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക വേദി എക്സിക്യൂട്ടീവ് അംഗം AP രാജൻ പൊന്നാടയണിയിച്ച് വിനയചന്ദ്രൻ പുലാപ്പറ്റയെ ആദരിച്ചു. തുടർന്ന് മത്സര വിജയികൾക്ക് വിനായക ട്യൂഷൻ സെന്ററിന്റെ സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്തു. രക്ഷാധികാരി പൊന്നിൽ വേണു, വൈസ് പ്രസിഡന്റ് വൈപ്പൂർ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. അനുബന്ധ പ്രഭാഷണങ്ങൾ ബാലസാഹിത്യകാരനും ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ KN കുട്ടി, ലൈബ്രറി കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷാജി, ഗ്രന്ഥശാല പ്രവർത്തകൻ PB ശ്രീനാഥ്, കഥാകൃത്ത് O വാസുദേവൻ, എക്സിക്യൂട്ടീവ് അംഗം ഇന്ദിര എന്നിവർ നിർവഹിച്ചു. സാംസ്കാരിക വേദി എക്സിക്യൂട്ടീവ് അംഗം അജിത് പ്രസാദ് നന്ദിയും പറഞ്ഞു. കവിതാലാപനവും സാംസ്കാരിക വേദിയുടെ സംഗീത കൂട്ടായ്മയായ ദേവഗാന്ധാരം ടീം അംഗങ്ങളുടെ സംഗീത വിരുന്നും നടന്നു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരത്ത് +2 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അനിരുദ്ധാണ് മരിച്ചത്. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം മഠത്തിൽ അനീഷിന്റെയും അനിതയുടെയും മകൻ 17 വയസ്സുള്ള അനിരുദ്ധാണ് മരിച്ചത്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് അനിരുദ്ധ്. രാവിലെയാണ് അനിരുദ്ധിനെ വീടിനകത്ത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ശ്രീകൃഷ്ണപുരത്തുള്ള ഒരു സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണാർക്കാട് വട്ടമ്പലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അരവിന്ദ് അനിരുദ്ധിന്റെ സഹോദരനാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN കടമ്പഴിപ്പുറം. MPയും MLAയും ഫണ്ട് വച്ചിട്ടും മണ്ണാർക്കാട്ടെ റോഡുകൾ ചളിക്കുളം. അനാസ്ഥ തുടർന്നാൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ്. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു.
ഉടനടി പരിഹാരം കാണൂ. നാഷണൽ കോൺഗ്രസ് പ്രതിഷേധോ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാടാകെ ചളിക്കുളമായി. ഓടാകെ ചളിക്കുളമായി. പ്രതിഷേധം. ഒരു കവിളത്ത് അടിച്ചാൽ മറ്റേ കവിൾ കാണിക്കണം എന്നാണ് ഗാന്ധി പറഞ്ഞത്. അതിനുശേഷം എന്തു ചെയ്യണമെന്ന് ഗാന്ധി പറഞ്ഞിട്ടില്ല. നിവൃത്തികേട് വന്നാൽ അത് ഞങ്ങൾ പൂരിപ്പിക്കും, അസീസ് ഭീമനാട് പറഞ്ഞു. ഗാന്ധി പഠിപ്പിച്ച സമരമാർഗത്തിലൂടെയാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കണമെന്ന് ഗാന്ധിയുടെ നിർദ്ദേശം. പക്ഷേ മറ്റേ കവളത്തും അടിച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഗാന്ധി ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. നിവൃത്തി കെട്ടാൽ ഞങ്ങൾ അത് പൂരിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഫയൽ താമസിക്കുന്ന ഉദ്യോഗസ്ഥരോടും BDO അടക്കമുള്ള അതുപോലെ AXN ഓഫീസിൽ ആരെങ്കിലും അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരോടൊക്കെ കൂടി പറഞ്ഞേക്കാം. MP VK ശ്രീകണ്ഠന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിക്കാൻ തീരുമാനിച്ച തെങ്കര, എടത്തനാട്ടുകര, വടശ്ശേരിപ്പുറം എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ 1.5 വർഷത്തോളമായി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനാസ്ഥ കാരണം മുടങ്ങിക്കിടക്കുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പറഞ്ഞു. ഇനി പറഞ്ഞേക്കാം, ആ പേപ്പറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇവിടെ ടെൻഡർ വിളിക്കാൻ BDO കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസിലേക്ക് BDOനെ കാലുകുത്താൻ സമ്മതിക്കില്ല. ഒരു സംശയം വേണ്ട. BDOനെ ഇവിടെ വെച്ച് തടയും ഞങ്ങള്. ഒരു സംശയം വേണ്ട. ആ BDO സർക്കാരിന്റെ ശമ്പളം, സാധാരണക്കാരുടെ നികുതി കാശ് വാങ്ങി സർക്കാരിന്റെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം. അവർക്ക് ട്രാൻസ്ഫർ ആവുന്നവരെ ഒരു ഫയലിൽ ഞാൻ ഒപ്പുവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ട്രാൻസ്ഫർ ആണ്, എനിക്ക് ശമ്പളം വേണ്ട, കാരണം പണിയെടുക്കുന്നില്ലല്ലോ. എനിക്ക് ശമ്പളം വേണ്ട ഈ ചാനലിന്റെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചെയറിലിരിക്കും. ഞാൻ പണിയെടുക്കുന്നില്ല, എനിക്ക് ട്രാൻസ്ഫർ ഉണ്ട്. അതുകൊണ്ട് ട്രാൻസ്ഫർ ഉള്ള കാലത്തോളം ഞാനിവിടെ പണിയെടുക്കുന്നില്ല, കാരണം ഒപ്പിട്ട പണിയായി. പിന്നെന്താ പണി? ആ സെക്ഷനിൽ വരുന്ന ഫയലുകളുടെ അടിയിൽ ഒരു പച്ചപക്ഷി പിടിച്ച് ചില ആളുകൾ പറയുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ ഇവിടെ കയറി വരുമ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് അങ്ങനെ നിർബന്ധിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ തീരുമാനമാണ്. പക്ഷേ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷറഫ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. MP പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ട് അദ്ദേഹത്തിന് ആദ്യത്തെ സമയങ്ങളിലൊന്നും ഫണ്ട് കിട്ടിയില്ല. കാരണം കോവിഡ് ഒക്കെ വന്ന് നമുക്കറിയാം. ആ കോവിഡ് കാര്യങ്ങൾക്ക് MP ഫണ്ടൊക്കെ ചെലവഴിച്ചപ്പോ ആദ്യ പ്രാവശ്യമൊന്നും ഫണ്ട് കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചപ്പോഴാണ് ചെറിയ രീതിയിൽ ഈ ഫണ്ടൊക്കെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഫണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെലവഴിക്കുന്നതിന് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടി ഉണ്ടാകില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ആ സെക്രട്ടറി അനുഭവിക്കുമെന്ന് ഒരിക്കൽ കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പാവപ്പെട്ടവരുടെ വീടിന്റെ ആദ്യ ഗഡുമട നൽകിയിരിക്കുകയാണ്. ബാക്കി പൈസ കൊടുക്കാൻ ഈ BDO താല്പര്യമെടുക്കുന്നില്ല. അതുപോലെ മറ്റ് പദ്ധതികൾ, ഒരുപാട് പദ്ധതികളുണ്ട് ഇവിടെ. അതൊന്നും നടപ്പാക്കാൻ ഈ PMI പോലുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പദ്ധതികൾ, നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. വനിതയായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ഉപരോധത്തിൽ നിർത്തിയതാണ്. വനിത അല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഈ സമരത്തിന്റെ രൂപം വേറൊരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അനുകൂല നിലപാടെടുക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം. K. ബാലകൃഷ്ണൻ, KG ബാബു, സക്കീർ തയ്യിൽ, ഗിരീഷ് ഗുപ്ത, സതീശൻ താഴത്തേതിൽ, നൌഷാദ് ചേലംചേരി, CJ രമേശ്, TK ഇപ്പു എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. പുഴക്കാട്ടിരി ടൗണിൽ പശ്ചിമബംഗാൾ സ്വദേശിക്ക് ഒപ്പം താമസിക്കുന്ന അസം സ്വദേശിയിൽ നിന്ന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരിന്തൽമണ്ണയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി.
പശ്ചിമബംഗാൾ സ്വദേശിയായ അർമാൻ മണ്ഡോലിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അസം സ്വദേശിയായ ബാദിസ്ത ദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 11-ന് പുലർച്ചെ പുഴക്കാട്ടിരിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് സംഭവം നടന്നത്. മദ്യലഹരിയിലായിരുന്ന ബാദിസ്ത ദാസ് തന്റെ മുറിയിലെത്തിയ അർമാൻ മണ്ഡോലിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ അർമാൻ മണ്ഡോൽ ക്വാർട്ടേഴ്സിന്റെ താഴെയെത്തി റോഡരികിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അതുവഴി വന്ന കോഴിവണ്ടിക്കാർ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ആക്രമണത്തിന് ശേഷം പ്രതി സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത്ത് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചുവെന്ന പ്രതി മറ്റൊരു പേരിൽ പെരിന്തൽമണ്ണയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ നീക്കത്തിലൂടെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും കുത്താനുപയോഗിച്ച കത്തി സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അസം പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. അനധികൃതമായി തിരിച്ചറിയൽ രേഖകളില്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മങ്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് എത്തി പ്രവർത്തകരെ നീക്കം ചെയ്തു. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ കൂടി സഹായം വേണം എന്ന് അഭ്യർത്ഥിച്ചിട്ടാണ് നമ്മൾ കത്തെഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ മീറ്റിംഗ് നാളെ നടക്കുന്നുണ്ട്. കളക്ടർ ചാമ്പറിൽ കളക്ടർ SP ഇവരൊക്കെ ഉണ്ട്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് MLA ഇവരൊക്കെ ഉണ്ട്. അവ അങ്ങനെ ഒരു യോഗം കൂടിയിട്ട് അവർ കറക്റ്റ് ഡേറ്റ് പറയുമ്പോൾ ആ ഡേറ്റിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരും. അതല്ല നമുക്ക് പറയുമ്പോൾ ഈ മീറ്റിംഗ് ഉണ്ടോ അത് അല്ല ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് എന്താ നിങ്ങൾ പറഞ്ഞ പകർന്ന എപ്പോ ഡേറ്റ് വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. വർദ്ധിച്ചു വരുന്ന അങ്ങാടിപ്പുറത്തെ വാഹന ബ്ലോക്കിന് കാരണമായ പാലത്തോട് ചേർന്നുള്ള കുഴികൾ എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മങ്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് വടക്കേപ്പുറത്ത്, സെക്രട്ടറി വിപിൻ പുഴയ്ക്കൽ, യൂത്ത് കോർഡിനേറ്റർ ഫൈസൽ M വലമ്പൂർ, അനിൽ അങ്ങാടിപ്പുറം, DCC നിർവാഹക സമിതി അംഗം K സനീഷ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. ഇതോടെ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സ്കൂളിലെ 2 അധ്യാപകരെ കൂടി പുറത്താക്കി. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള അധ്യാപകർക്കെതിരെയാണ് നടപടി. സംഘർഷ സാഹചര്യത്തിൽ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ രക്ഷിതാക്കളുടെ എല്ലാ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും. ശ്രീകൃഷ്ണപുരത്ത് +2 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അനിരുദ്ധാണ് മരിച്ചത്. പുഴക്കാട്ടിരി ടൗണിൽ പശ്ചിമ ബംഗാൾ സ്വദേശിക്ക് ഒപ്പം താമസിക്കുന്ന അസം സ്വദേശിയിൽ നിന്ന് കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരിന്തൽമണ്ണയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി.
MP-യും MLA-യും ഫണ്ട് വച്ചിട്ടും മണ്ണാർക്കാട്ടെ റോഡുകൾ ചളിക്കുളം. അനാസ്ഥ തുടർന്നാൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ്. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മങ്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് എത്തി പ്രവർത്തകരെ നീക്കം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.